ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിയിൽ കുറച്ച് ബിഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് റിക്കവറി ചെയ്ത് നമ്മളുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, നമ്മൾ മറ്റൊരാളുടെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടി. അപ്പോൾ അതിന് നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുന്നതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നമ്മൾ മറ്റുള്ള ചാനലുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ക്രിയേറ്റേഴ്സിൻ്റെ നിന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ അതിൽ യാതൊരു ചേഞ്ചസും വരുത്താതെ അതേ കണ്ടീഷനിൽ നമ്മൾ ഇടുമ്പോഴാണ് ഇത് യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിക്ക് ഓപ്പോസിറ്റായിട്ട് ഈ കാര്യങ്ങൾ വരുന്നത്. മോണിറ്റൈസേഷൻ പോളിസിക്ക് നിരക്കാത്ത കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നമ്മളുടെ രീതിയിലാക്കി ആ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മസ്റ്റായിട്ടും നമ്മളുടെ വോയിസ് ഓവർ കൊടുക്കണം. അതേപോലെ തന്നെ അതിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി 100%ത്തിൽ ഒരു 80% നമ്മളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് മോണിറ്റൈസേഷൻ പോളിസിക്ക് നിരസിക്കാത്ത കാര്യമാവുകയില്ല. അപ്പം നമുക്ക് നമ്മളുടെ ചാനൽ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ള ക്രിയേറ്റേഴ്സിൻ്റെ ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കോപ്പി ചെയ്ത് ഇടുന്നവർ അതിലൊക്കെ ചെറിയൊരു ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഇടുക. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും അതിൽ ടൈപ്പ് ചെയ്തിട്ടിടുക. അല്ലെങ്കിൽ അതിനൊക്കെ ഈ മോണിറ്റൈസേഷൻ പോളിസി ഈ 2025 വരുന്ന അപ്ഡേറ്റ് നമുക്ക് ബാധകമാകും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ കുറേ ചെറിയ വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒരു വലിയ വീഡിയോ ആക്കി ഇടുന്നതും ഈ മോണിറ്റൈസേഷൻ പോളിസിക്ക് പ്രകാരം അതൊന്നും ഇനി അനുവദിക്കുന്നതല്ല. അപ്പം നമ്മൾ ചെറിയ വീഡിയോസ് ഇവിടുന്നൊക്കെ എടുത്തിട്ട് അത് നമ്മളുടെ സ്വന്തമാണെങ്കിൽ വിഷയമില്ല. അതേ മറിച്ച് വേറെ ഏതെങ്കിലും ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ചെറിയ ഭാഗങ്ങളാക്കി കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ചാനലിന് നമുക്ക് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകും. മോണിറ്റൈസേഷൻ ആകാത്ത ചാനലാണെങ്കിൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് റിജക്റ്റ് ആവും. അപ്പോൾ ഇത് എല്ലാവരും ഓർമ്മയിൽ വെക്കുക. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ക്രിയേറ്റിവിറ്റി 100% ഉറപ്പ് വരുത്തിക്കൊണ്ടാകണം നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ കോപ്പി അടിച്ച് അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് എടുത്ത് യാതൊരു എഡിറ്റും ചെയ്യാതെയാണ് പല വീഡിയോകളും ഞാൻ തന്നെ യൂട്യൂബിൽ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് അവർ ഒറിജിനൽ വീഡിയോസ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് അതേപോലെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം നമ്മളുടെ വോയിസ് ഓവർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് കാണിച്ചുകൊണ്ട് അതിന് നമ്മൾ കമൻട്രി പറയുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.